കൊറേ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്തിനാ ഇപ്പൊ മായാവിനിക്ക് എന്താ ആവശ്യം? ഇപ്പൊ ഡെലിവറിക്കാർക്കാണെങ്കിൽ ഭയങ്കര പൈസ. എന്റെ കയ്യിലാണ് 5ന്റെ പൈസ. അതിന് മായാവിയാണെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുതരുമല്ലോ. ശരിയാ, മായാവി വരാണെങ്കിൽ ഒരു കുഴിമന്തി ഓർഡർ ചെയ്യായിരുന്നു അല്ലേ? മായാവിനോട് പറഞ്ഞിട്ടൊരു കുഴിമന്തി. ഹായ്, കുഴിമന്തി എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു. നിനക്കൊരു കാര്യം അറിയോ? ഇപ്പൊ നമ്മുടെ അടുത്ത് പൈസ ഇല്ല. ഇപ്പൊ എനിക്ക് പണിക്കാൻ പോകാൻ പറ്റുന്നില്ലെന്ന് നമ്മള് ചോദിച്ചൊക്കെ മായാവി കൊണ്ടു തന്നിട്ടേ എനിക്ക് സ്വന്തമായിട്ടൊരു കൈത്തൊഴില് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പഴേ എനിക്കൊരു തുമ്പാപ്പണി എടുക്കാൻ പോലും അറിയില്ല. മായാവി അതിന് പട്ടിണി എടുത്ത് ചാവുള്ളൂ കേട്ടോ. മായാവിനോട് പറഞ്ഞിട്ട് എപ്പോഴും മായാവി എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. എനിക്കാണെങ്കിൽ ഒരു കടുക് പൊട്ടിക്കാൻ പോലും അറിയത്തില്ല. എന്ത് ചെയ്യും? നിനക്ക് അത്രയല്ലേ ഉള്ളൂ. നിനക്ക് വേറൊരു കാര്യം കേൾക്കണം. എനിക്കിപ്പോ ടൗണിൽ കൂടെ സാധനം മേടിക്കാൻ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. അതെന്താ? എനിക്ക് 30-30 വയസ്സായില്ല. ഇത്ര വർഷമായില്ല ഇത് തുടങ്ങിയിട്ട്. ഇത്ര നാളായിട്ട് എന്റെ നിക്കറൊന്ന് മാറ്റി തരാൻ ബാലരമേനോട് പറഞ്ഞിട്ട് ഇതുവരെ കേട്ടില്ല. ഇപ്പൊ ആ സാധനം മേടിക്കാൻ പോകുമ്പോ ആൾക്കാര് നോക്കി ചിരിക്കന്നെ. കഴിഞ്ഞ കൊല്ലായിരുന്നെങ്കിൽ ബാലരമയുടെ ഭക്ഷ്യക്കിറ്റ് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യമായപ്പോ അതുമില്ല, ഒന്നുമില്ല. വിശന്നിട്ട് കൊണ്ടല്ലേ കാര്യം. കൊറോണ തുടങ്ങിയ പിന്നെ ഞാൻ ഷേവ് പോലും ചെയ്തിട്ടില്ല. മായാവി, മായാവി, മായാവി. ഓങ്ക്രി മായാവി ഇപ്പൊ ചെല്ലും. ബാക്കിയുള്ളവനെ ഇവിടെ മാന്ത്രികവാടീന്റെ മേലുള്ള സാധനം കൊറോണന്റെ എംബ്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറന്ന് പോയിക്കൊണ്ടിരുന്നപ്പോ പോലീസ് തന്നെ അറിഞ്ഞിട്ട് കേസും എടുത്ത് ഇതേ ഇപ്പൊ ഞാൻ തക്കാളിയിൽ ഇറുക്കിളി കുത്തിയാ വെച്ചേക്കുന്നത്. അതിന് ആ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? അവരെപ്പോൾ വിളിച്ചാലും ഞാനവിടെ ചെല്ലണം. നിങ്ങൾക്കറിയോ, ആ കുരുത്തങ്കട്ട പിള്ളേരെ രക്ഷിക്കാനായിട്ട് ഞാനെന്ന് പറന്നു പോയപ്പോഴേ നമ്മുടെ രാജിച്ചേട്ടന്റെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുന്ന കുളിമുറിന്റെ മേലക്കൂടെ പോയിട്ട് ഞാൻ കുളിച്ച് നോക്കിന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ. ബാക്കിയുള്ള മാന്ത്രികടിയും പോയിട്ട് പട്ടിണി എടുത്ത് ചാവാനാവട പിള്ളേരുടെ ഓങ്ക്രി മായാവി ഇപ്പൊ ചെല്ലും. കൊറോണയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മായാവയെ പിടികൂടാനും പറ്റുന്നില്ല. സത്യം. നിനക്കൊരു കാര്യം അറിയോ? ഇപ്പൊ കൊറോണ തുടങ്ങിയ പിന്നെ മായാവിനെ പിടിച്ചിട്ട് കുപ്പിയിലാക്കാൻ കുപ്പി കിട്ടാറില്ലെന്ന്. അതെ, വോട്ടിലാട്ടാന്ന് പറഞ്ഞു എല്ലാ പിള്ളേരും കുപ്പി പെറുക്കിക്കൊണ്ടു റോഡ് സൈഡിൽ നിന്ന്. എന്ത് ചെയ്യാനാവുന്ന പറ. പിന്നെ നിനക്കറിയോ, വാക്സിൻ എടുക്കാൻ നമ്മളന്ന് പോയിട്ട് ഉന്തും തള്ളിലും പെട്ട് ചത്തില്ലെന്ന് ഉള്ളു. അവർക്കെങ്ങനെ കൊറോണ വന്നു? സമ്പർക്കത്തിലേർപ്പെട്ട മനുഷ്യ. നമ്മളിപ്പോ പിന്നെ സമ്പർക്കം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലേ. നമുക്കാണെങ്കിൽ ഒന്നുമില്ല. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ കുട്ടൂസ? അതിനിപ്പോ എന്താ? ഇനിയിപ്പ വെറുതെ വീട്ടിലിരിക്കുവല്ലേ, യൂട്യൂബ് ചാനലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്നാ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഹലോ ഗൈസ്, എല്ലാവർക്കും കുട്ടൂസന്റെ ആഗ്രി ചാനലിലേക്ക് സ്വാഗതം. അതാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അത് പറയണ്ട, പല്ല് തെറിച്ചു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.